ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രാർത്ഥനയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയിരുന്നു. ആദ്യമൊക്കെ വിഷ്ണുപ്രിയ പറഞ്ഞുകൊടുത്ത നുണക്കഥകൾ പ്രാർത്ഥനയെ വഴിതിരിച്ച് വിട്ടെങ്കിലും പിന്നീട് വിഷ്ണുപ്രിയ പ്രാർത്ഥനയെ ഉപയോഗിച്ച് ഇന്ദ്രനീലം തട്ടിയെടുത്തിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയില്ലെന്ന് ഞാൻ ഒത്തിരി ചിന്തിച്ചു. അപ്പോഴാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. യഥാർത്ഥത്തിൽ വിഷ്ണുപ്രിയ ഇന്ദ്രനീലം അടിച്ചുകൊണ്ട് പോയെങ്കിലും ദുഷ്ടയായ വിഷ്ണുപ്രിയയുടെ പിന്നാലെ ഒത്തിരി പേർ അത് കവർന്നെടുക്കാനുണ്ടായിരുന്നു. അതിലെ പ്രധാന കക്ഷി അവളുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ പുനർജന്മമായ വിക്രാന്ത് തന്നെയായിരുന്നു. സത്യങ്ങൾ മനസ്സിലാക്കി വിക്രാന്ത് വീണ്ടും പുനർജനിച്ച് തിരിച്ചെത്തിയപ്പോൾ വിഷ്ണുപ്രിയയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. പുനർജന്മത്തിലൂടെ വിക്രാന്ത് തിരിച്ചു വന്നപ്പോൾ വിഷ്ണുപ്രിയ ശരിക്കും അടിപതറിപ്പോയി. തന്നെ ഇന്ദ്രനീലത്തിനും നാഗമാണിക്യത്തിനും വേണ്ടി കഴിഞ്ഞ ജന്മത്തിൽ കൊന്ന തൻ്റെ ഭാര്യയായിരുന്ന വിഷ്ണുപ്രിയയോട് പ്രതികാരം ചെയ്യാൻ തയ്യാറെടുത്ത് തന്നെയായിരുന്നു വിക്രാന്ത് തിരികെ വന്നത്. വിക്രാന്തും വിഷ്ണുപ്രിയയും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നു. വിഷ്ണുപ്രിയ വിക്രാന്തിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടു. അവളെ വിക്രാന്ത് തന്നെ ദഹിപ്പിക്കുകയും ചെയ്തു. വിഷ്ണുപ്രിയയുടെ കയ്യിലെ ഇന്ദ്രനീലവും വിക്രാന്ത് സ്വന്തമാക്കി. അതുവെച്ച് വിക്രാന്ത് എന്തൊക്കെയോ ചെയ്തിട്ടുമുണ്ട്. ആ ഇന്ദ്രനീലത്തിൻ്റെ ശക്തിയോടെ വിക്രാന്ത് വിഷ്ണുപ്രിയയുടെ രൂപം പൂർണ്ണമായും എന്നേക്കുമായി സ്വീകരിച്ചു. വിക്രാന്ത് അങ്ങനെ സ്വീകരിച്ചത് തന്നെ വിഷ്ണുപ്രിയ ഇനിയും എന്തൊക്കെ ദുഷ്ടതകളാണ് ചെയ്തതെന്ന് അറിയാനും അതിനെല്ലാം പരിഹാരം കണ്ടെത്താനുമാണ്. പ്രാർത്ഥനയെ വിക്രാന്ത് വിഷ്ണുപ്രിയയുടെ രൂപത്തിൽ സഹായിക്കാനെത്തുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് വിക്രാന്ത് എന്ന വിഷ്ണുപ്രിയയെ കൊല്ലാൻ വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞു ദുർവശി. അതിൻ്റെ ബാക്കിയായാണ് വിഷ്ണുപ്രിയയുടെ രൂപവും സ്വീകരിച്ച് വിക്രാന്ത് അന്ന് ഗുഹയിൽ എല്ലാം ഒളിച്ചു കേട്ട് നിന്നപ്പോൾ വിക്രാന്തിനെ ഉർവശിയും പാഞ്ചാലിയും ചേർന്ന് കൊന്നത്. യഥാർത്ഥത്തിൽ മരിച്ചത് വിഷ്ണുപ്രിയയായിരുന്നില്ല. വിഷ്ണുപ്രിയ മരണസമയത്ത് നല്ലവളായതുമല്ല. വിഷ്ണുപ്രിയയുടെ രൂപത്തിൽ തീയിൽ വെന്തുരുകിയത് വിക്രാന്തായിരുന്നു. ഋഷിക്കും രുദ്രനുമെതിരെ വിഷ്ണുപ്രിയ പ്രാർത്ഥനയെ തിരിച്ചുവിട്ടത് പരിഹരിക്കാൻ മാത്രം വിക്രാന്തിന് കഴിഞ്ഞില്ല. അതിനു മുൻപ് വിക്രാന്ത് തന്നെ വീണ്ടും മരിച്ചു. തീയിൽ കത്തിയുരുകി മരിച്ച അവന് ഇനിയൊരു ജന്മമില്ല. പക്ഷേ വിക്രാന്ത് നമുക്കെതിരെ എന്തോ ഒരു വലിയ നീക്കം നടത്തിയിട്ടുണ്ട്. ആരെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇന്ദ്രനീലവും ഇപ്പോൾ ആ വ്യക്തിയുടെ കൈകളിലാണ്. അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട രഹസ്യം. എന്നാലും ആരെയായിരിക്കും വിക്രാന്ത് തിരികെ കൊണ്ടുവന്നത്? അത് ഉറപ്പായും പ്രാർത്ഥനയെ സഹായിക്കാൻ തന്നെയായിരിക്കും. ഇനിയുള്ള ആ മഹാപൗർണമിയിൽ നമ്മൾ ഇന്ദ്രനീലവും നാഗമാണിക്യവും സ്വന്തമാക്കി നമ്മുടെ മകളെ കൊന്നതിന് പ്രതികാരവും വീട്ടണം ഉർവശി. ജീവൻ കഴിഞ്ഞുപോയ ഇത്രയും കാര്യങ്ങൾ ഉർവശിയോട് പറഞ്ഞു. ഇതേസമയം ശംഖുമുഖം കടൽ തീരത്ത് മുഖത്ത് മുഴുവൻ മുടികൾ കൊണ്ട് മറച്ചിരിക്കുന്ന സ്ത്രീ കടൽ നോക്കി നിൽക്കുകയാണ്. അതെ, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്തവണ ഞാൻ വന്നത് ആരെയും നശിപ്പിക്കാനല്ല, സത്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എന്നെ ആരൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സഹോദരൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കും. എൻ്റെ സഹോദരൻ ഋഷി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇന്ദ്രനീലവും ഞാൻ സുരക്ഷിതമാക്കും. ആരൊക്കെ ഇനി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും ഞാൻ ഇനി സത്യത്തിൻ്റെ പാതയിലായിരിക്കും. എൻ്റെ സഹോദരൻ ഋഷിയുടെ മക്കളായ പ്രാർത്ഥനയും പ്രീതിയും ജയിക്കണം. എങ്കിലേ ഈ മത്സ്യലോകത്തിനും നാഗലോകത്തിനും വീണ്ടും ഊർജം തിരിച്ചെത്തൂ. പേടിക്കേണ്ട മക്കളെ, ഇത്തവണ വിജയം സത്യത്തിന് തന്നെയായിരിക്കും. ഈ അപ്പച്ചി നിങ്ങളെ വിജയിപ്പിക്കും. ഇത്രയും സ്വയം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവളുടെ മുഖത്ത് മൂടിക്കിടന്ന മുടി മുഴുവൻ മാറ്റി കടൽ തീരത്ത് നിന്നും ഇന്ദ്രനീലവുമായി തിരികെ നടന്നു.
ഇന്ദ്രനീലത്തിന്റെ ശക്തികളാൽ വിക്രാന്ത് തിരികെ കൊണ്ടുവന്നത് അവളെ ആയിരുന്നു. ഇന്ദ്രനീലത്തിന്റെ പ്രകാശം മുഖത്തേക്ക് അടിച്ചതും അവളുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ മുഖം വ്യക്തമായി. മരിച്ചുപോയ രുദ്രൻ ചേട്ടനെ ഓർത്ത് നീ ഇനിയും എത്ര കാലം ഈ ഒറ്റയ്ക്കുള്ള യാത്ര തുടരും? പക്ഷേ എങ്ങനെ? എത്രയൊക്കെ അവളെ അകറ്റാൻ ശ്രമിച്ചാലും അവൾ ഈ നാഗലോകത്തിന്റെ കൂടി അവകാശിയാണ്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂട്ടായി ഇന്നവളുടെ കൂടെ നിൽക്കുന്നത് ആ ലയ എന്ന വിഷ്ണുപ്രിയ തന്നെയാണ്. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. ആദിമത്സ്യനഗിനി, അവിടത്തെ കൊല്ലാൻ നാഗലോകം ഒന്നടങ്കം തന്ത്രപ്പാടിലാണ്. അവളെ വകവരുത്തുകയല്ലാതെ മറ്റൊരു വഴിയില്ല.